ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ദിവ്യകാരുണ്യ തിരുനാൾ. അവർണ്ണനീയമായ ദാനത്തിന് കർത്താവെ അങ്ങേക്ക് നന്ദി. വിശുദ്ധ കുർബാന എന്ന മഹാദാനത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഏവർക്കും ദിവ്യകാരുണ്യ തിരുനാൾ ആശംസകൾ നേരുന്നു. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് എന്നരുൾ ചെയ്ത ജീവൻ്റെ ജീവനായ നാഥനെ പ്രത്യേകമായി ഓർക്കുന്ന ഒരു ദിനം. ദിവ്യകാരുണ്യം ലോകത്തിൻ്റെ പ്രകാശവും ജീവനുമാണ് എന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട ദിനം. മധ്യകാലഘട്ടത്തിൽ ബെൽജിയത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ജൂലിയാന എന്ന കന്യാസ്ത്രീക്ക് ക്രിസ്തു നൽകിയ ദർശനമാണ് ദിവ്യകാരുണ്യ തിരുനാൾ അഥവാ കോർപ്പൂസ് ക്രിസ്റ്റി തിരുനാൾ ആഘോഷത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായത്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം അവനെ ഞാൻ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രവും ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യവും ആനന്ദവും വിസ്മയമായ പരിശുദ്ധ കുർബാനയെ നമുക്ക് സ്നേഹിക്കാം, ബഹുമാനിക്കാം, ആരാധിക്കാം. ഓരോ വിശുദ്ധ കുർബാനയും യേശുവിന് സാക്ഷിയാവാനുള്ള വിളിയാണ്. അതിന് ഉചിതമായി പ്രതികരിക്കേണ്ടത് നാം ഓരോരുത്തരും തന്നെയാണ്. അതിന് നമുക്ക് സാധിക്കുമ്പോൾ വിശുദ്ധ കുർബാന ഒരു അത്ഭുതമായി മാറും, അനുഗ്രഹമായി മാറും, അതിലേറെ അഭിഷേകമായി മാറും. അതിനുള്ള ഓർമ്മപ്പെടുത്തലായി ഈ ദിവ്യകാരുണ്യ തിരുനാൾ ദിനത്തെ നമുക്ക് ഹൃദയപൂർവ്വം സ്വീകരിക്കാം. ആമേൻ.